ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയോട് ദേഷ്യമൊന്നും ഇല്ല എന്ന് ആ ഫാദർ പറയുവാണ്. നീ ഒരു ഓർഫണാണ് എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് നിന്നോട് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ടായി എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു. അങ്ങനെ അലീന ക്ഷമയൊക്കെ പറഞ്ഞു നിൽക്കുക. അങ്ങനെ കണ്ണ് തുറപ്പിക്കാൻ നിന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് ഒരു ബൈബിളും അലീനയുടെ കൈകളിലേക്ക് കൊടുത്തു. എൻ്റെ ചെറിയൊരു സമ്മാനമാണെന്നും ആ അച്ഛൻ അലീനയോട് പറയുക. അത് ഇരു കൈകളും നീട്ടി സ്വീകരിച്ച് താങ്ക്സ് ഒക്കെ പറഞ്ഞ് നമ്മുടെ അലീന ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ രോഹിത്തിന് ഭയങ്കര സന്തോഷം. എന്നിട്ട് അലീനയുടെ തലയിൽ തൊട്ട് ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞ് അനുഗ്രഹവും കൊടുത്തു. അപ്പോൾ ഇവനെ കൂടി ഒന്ന് അനുഗ്രഹിക്കണേ ഫാദർ എന്നിങ്ങനെ അലീന പറയുമ്പോൾ ആ അച്ഛൻ രോഹിത്തിൻ്റെ തലയിൽ കൈവച്ചും അനുഗ്രഹിച്ചു കേട്ടോ. രോഹിത്തിന് ഭയങ്കര സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു അത്. അങ്ങനെ എന്തായാലും അലീന വന്നതോടുകൂടി മൊത്തത്തിൽ അടിമുടി മാറി ഇങ്ങനെ നിൽക്കുക അവർ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജ പെട്ടിയും കിടക്കയുടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക അവിടുന്ന് ഇറങ്ങി പോവാനായിട്ടേ. ആ സമയം അവിടേക്ക് ആ ഡ്രൈവർ, അതായത് വിളിച്ച വണ്ടിയിലെ ഡ്രൈവർ വിളിക്കുവാണ്. മേഡം എവിടേക്ക് എത്തണ്ടേ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് അങ്ങനെ വരേണ്ട വഴിയും കാര്യങ്ങളെല്ലാം പറഞ്ഞും കൊടുക്കുവാണ്. അങ്ങനെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന വൈജ മുകളിലേക്കൊന്ന് നോക്കിയപ്പോൾ വൈജയും ബാലേന്ദ്രനും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ അത് നോക്കിയിട്ട് ആ ഒരു വല്ലാത്തൊരു ഭാവത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ അലീനയും രോഹിത്തും കൂടി ഇങ്ങനെ നടന്നു വരിക. അപ്പോൾ ഇങ്ങനെ നടന്നു വരുമ്പം ബേക്കറിയിലൊന്ന് കയറണം, ഒരു ഇച്ചിരി പലഹാരങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കണം, ഒരിടത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അതാ ഞാൻ ചോദിച്ചത്, അതവിടുന്ന് വാങ്ങിച്ചിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുക്കാനാണോ എന്ന്. അപ്പോൾ രോഹിത്ത് ചോദിച്ചപ്പോൾ ഇന്നേ നമ്മളൊരു കാര്യം ചെയ്യാൻ പോയിട്ട് അത് വിജയിച്ച് വന്നതുകൊണ്ട് അതൊന്ന് ആഘോഷിക്കണ്ടേന്ന് ചോദിച്ചപ്പോൾ ഒന്ന് പോ ചേച്ചി, എൻ്റെ ഡിസ്മിസിൽ സസ്പെൻഷൻ ആക്കിയത് ആഘോഷിക്കാനോ? ഡിസ്മിസിൽ സസ്പെൻഷൻ ആക്കിയതല്ല, ഒരു തെറ്റായ തീരുമാനം നമ്മൾ ശരിയിലെത്തിച്ചു, അതാണ് നമ്മുടെ വിജയം എന്ന് അലീന രോഹിത്തിനോട് പറയുക. നീ വാ എന്നും പറഞ്ഞ് അങ്ങനെ അലീന രോഹിത്തിനെയും കൂട്ടി ഒരു ബേക്കറിയിലേക്ക് ചെന്നു. അവിടെ നിന്ന് നിറയെ സാധനങ്ങൾ മേടിക്കുക. അപ്പോൾ ഒരു കേക്ക് എന്തായാലും വാങ്ങിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ വാങ്ങിക്കാവുന്ന രോഹിത്ത്. അങ്ങനെ അവർ രണ്ടുപേരും ഇരിക്കുന്ന കേക്കൊക്കെ നോക്കുക. അങ്ങനെ കേക്കൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം അവിടെ ഇരുന്ന് ജ്യൂസും സമോസയോ പപ്സോ അങ്ങനെ ഏതാണ്ടൊക്കെ ഇവർ കഴിക്കുവാണ്. അപ്പോഴത്തേക്കും വൈജയ്ക്ക് പോകാനുള്ള വണ്ടി അവിടെ വന്നു കേട്ടോ. ചെന്നു, കോളിംഗ് ബെൽ അടിച്ചു. കോളിംഗ് ബെൽ അടിച്ചപ്പോഴത്തേക്കും വൈജ വന്ന് വാതിൽ തുറന്നു. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. നമുക്ക് ഇപ്പം തന്നെ ഇറങ്ങാമെന്ന് വൈജ. എൻ്റെ ബാഗ് ഒന്ന് എടുക്കാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞപ്പം ഓക്കെ മാഡം ഞാൻ എടുക്കാം. എവിടെയാണ് മാഡം ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കയറി വാ എന്ന് പറഞ്ഞു. അങ്ങനെ വൈജ ബാഗ് ഇരിക്കുന്നിടം കാണിച്ചു കൊടുക്കുന്നു. അപ്പോഴേക്കും ബബിത അങ്ങോട്ടേക്ക് വന്നു. ആരാന്ന് ചോദിച്ചു. ഞാൻ ഡ്രൈവറാ, ടാക്സി ഡ്രൈവറാ. എന്നാ ഇവിടെ എന്നാത്തിനകത്തോട്ട് കയറി വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആരാ വിളിച്ചതെന്നൊക്കെ ബബിത ചോദിക്കാം ചേട്ടനോട്. അപ്പം ഞാനാ വിളിച്ചേ എന്ന് വൈജ. നിനക്ക് എന്നെ അറിയാനുള്ളതെന്ന് വൈജ ചോദിക്കുക. അപ്പോഴത്തേക്കും വൈജ ബാഗൊക്കെ തൂക്കി പിടിച്ച് ഇങ്ങോട്ട് വരും കേട്ടോ. ആ ബാഗ് അയാളുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. അയാൾ അതും കൊണ്ടങ്ങ് പോയി. അമ്മ ഇത് എന്നാ ഭാവിച്ചാന്ന് ചോദിച്ചു മകള്. ഞാനൊന്നും ഭാവിച്ചിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് വൈജ ബബിതയോട് പറയും. അപ്പോഴത്തേക്ക് അടുത്ത ബാഗ് എടുത്തുകൊണ്ട് വന്നു. ഇതെന്താ അമ്മയെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഇവിടെ കുറേ സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു, അതെല്ലാം എടുത്തു, അത്രേ ഉള്ളൂ എന്ന് ബബിതയോട് വൈജ പറയുന്നു. അപ്പോൾ അമ്മേ എന്നും പറഞ്ഞോണ്ട് ബബിത പിറകെ ചെല്ലും കേട്ടോ. കാല് വയ്യാതെ എന്തി ഇങ്ങനെ പോവുകയാണ് ഈ വൈജ സാധനങ്ങൾ എടുക്കാൻ. അപ്പോഴാണ് ബബിത റൂമിലേക്ക് വരുന്നതും ഇത് കാണുന്നത്. എല്ലാം വാരി എടുത്ത് പുള്ളിക്കാരി സ്റ്റാൻഡ് വിടാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഹാൻഡ് ബാഗും എടുത്ത് ഇങ്ങനെ അവസാന സാധനം എടുത്ത് പുള്ളിക്കാരി അങ്ങ് പോകുമ്പോൾ ബബിത പിന്നാലെ ചെല്ലണം. അങ്ങനെ പോകുമ്പോൾ ഇതുകൂടി എടുത്ത് വെച്ചോ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബാഗും കൂടെ ഡ്രൈവർക്ക് കാണിച്ചു കൊടുത്തു. അയാൾ അത് എടുത്തുകൊണ്ട് പോയി. അമ്മ ഇത് എന്നെ ഉദ്ദേശിച്ചാണെന്ന് ചോദിച്ചു. അപ്പം നിനക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലെന്ന് ചോദിച്ചു. ഇല്ല, ഇതെല്ലാം വാരിക്കെട്ടി അമ്മ എങ്ങോട്ടാ? അപ്പം എനിക്ക് എങ്ങോട്ടാ പോകാൻ മേലാത്തേ? അത് ടാക്സി ഡ്രൈവർ എന്ന് പറഞ്ഞ ആളാരാ? അയാളാണ് അമ്മയെ കൊണ്ടുപോകുന്നതെന്ന് ബബിത ചോദിച്ചപ്പം അയാൾ എൻ്റെ ആരും അല്ല, ഞാനൊരു ടാക്സി വിളിച്ചതാണെന്നും എൻ്റെ കാർ ക്രാഷായി പോയില്ലേ, ഇനി അത് ഏത് കാലത്ത് റിപ്പയർ ചെയ്ത് കിട്ടും ദൈവത്തിന് പോലും അറിയാൻ മേലാന്ന് വൈജ. ഇപ്പം അമ്മയ്ക്ക് പോകേണ്ട കാര്യം എന്നതാ? എന്നെ ഇവിടെ ആവശ്യമില്ല, അധികം പറ്റാ ഞാനില്ലെങ്കിലും ഒരു കുഴപ്പം ഇവിടെ സംഭവിക്കാൻ പോണില്ല എന്ന് വൈജ. നിങ്ങളെല്ലാം തിന്നുന്നു, കുടിക്കുന്നു, പഠിക്കുന്നു, സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ഉറങ്ങുന്നു. ഒരിടത്തും ഒരു പോരായ്മയും നിങ്ങൾക്ക് ആർക്കും ഇല്ല. അപ്പം അതെന്തുകൊണ്ടാണ്? അലീന ചേച്ചി എല്ലാം മാനേജ് ചെയ്തുകൊണ്ടല്ലേ? ഇല്ലായിരുന്നെങ്കിലോ എന്ന് ബബിത ചോദിക്കുമ്പം അവളുണ്ടല്ലോ മാനേജ് ചെയ്യാൻ, നിങ്ങൾക്കെല്ലാവർക്കും അവളെ മതിയല്ലോ. അവള് നിങ്ങളെ എല്ലാം മയക്കി വശത്താക്കി. ഇനി ഞാൻ എന്നാത്തിനാടി? എന്നെക്കൊണ്ട് എന്നെ ആവശ്യമാടി ഉള്ളത് എന്ന് വൈജ ചോദിക്കുവാണ്. അമ്മയുടെ സ്ഥാനത്ത് നിൽക്കാത്തത് കൊണ്ടാണ് അലീന ചേച്ചി എല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നത്. അമ്മ എവിടെയായിരുന്നു കഴിഞ്ഞ 2 മാസം? ഹോസ്പിറ്റലായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആരെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണ്ടേ? ഇവിടെ എന്നതെല്ലാം പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അലീന ചേച്ചിയല്ലേ എല്ലാവരെയും ചേർത്ത് പിടിച്ചതെന്ന് ചോദിക്കുക ബബിത. ഇപ്പം എല്ലാം ഒന്ന് സെറ്റായി വന്നപ്പോൾ അമ്മ ഇറങ്ങി പോവുകയാണോ എന്നും ബബിത ചോദിച്ചു. ഇത് എന്നാ മര്യാദകേടാണെന്നും ബബിത ചോദിച്ചപ്പം അവളാണല്ലോ ചേർത്ത് പിടിച്ചത്.
ഇനി പിടിക്കാനും അവളുണ്ടല്ലോ. എൻ്റെ മക്കളെ അവൾ നോക്കിക്കോളും. ആ ഒരു സമാധാനത്തിലാണ് ഞാനിവിടെ നിന്ന് പോകുന്നേ. എല്ലാം അവളെ ഏൽപ്പിച്ചു കൊടുത്തെന്നങ്ങ് പറഞ്ഞേക്ക്. എല്ലാം അവളെടുത്തോട്ടെ എന്നും പറഞ്ഞങ്ങ് പോകുമ്പോഴേക്കും ബബിത അമ്മ എന്നും പറഞ്ഞ് വിളിക്കുക. അവൾ ചേർത്ത് പിടിച്ചു എന്ന് നീ പറഞ്ഞല്ലോ. അതിന് മുൻപുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോയല്ലേ? ആരാ ഈ വീട്ടിൽ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയത്? ആര് കാരണമാണ് ഈ വീട് അല്ലെങ്കിൽ ഈ കുടുംബം പൊട്ടിപ്പോയത്? അവൾ ഒറ്റയൊരുത്തി കാരണമാണ്. അവൾ ഈ കുടുംബത്ത് കാലുകുത്തിയ ശേഷം ഇവിടെ സമാധാനവും സന്തോഷവും ഉണ്ടായിട്ടില്ല എന്ന് വൈജ പറയും. അവൾ ചേർത്ത് പിടിച്ച കാര്യം പറയുമ്പോൾ ഇതുകൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കണം എന്നൊക്കെ പറഞ്ഞ് അമ്മ എങ്ങോട്ടേക്ക് പോകുന്നത് അത് പറയാൻ പറഞ്ഞു ബബിത. ഇപ്പം കൊല്ലപ്പള്ളിക്കാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്നിട്ട് തീരുമാനിക്കും എങ്ങോട്ട് പോകണമെന്നും പറഞ്ഞുകൊണ്ട് വൈജ അങ്ങ് ഇറങ്ങിപ്പോകുമ്പോൾ അമ്മയോട് നിന്നെ ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് ബബിത പിന്നാലെ ഓടി ചെല്ലുക. വൈജ ആരാ പൊന്നുമുളതും എല്ലാം കേൾക്കുക. അമ്മയോട് നിന്ന് നിന്നെ അമ്മയെന്നും പറഞ്ഞ് പിടിച്ച് നിർത്തി. ഇത്രയും ദിവസം ഞാൻ ഇവിടെ തന്നെ നിന്നത്, അപ്പോഴൊന്നും പറയാത്ത ഒരു കാര്യം ഇപ്പോഴും പറയണ്ടെന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ അമ്മ ഇങ്ങനെ കല അടച്ചിട്ട് പോവല, ഇവിടെ എന്നാത്തിൻ്റെ കുറവുണ്ടായിട്ടാ അമ്മ ഇറങ്ങി ഓടുന്നതെന്ന് ബബിത അന്നേരം ചോദിച്ചു. വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട ആരും ഇല്ലാത്ത നേരം നോക്കിയാണ് അമ്മ സ്ഥലം വിടുന്നതെന്നും ബബിത ചോദിക്കുവാണ്. ആരാടി ഉത്തരവാദിത്തപ്പെട്ടവര്? അച്ഛൻ ചുലറി പോയിരിക്കുകയല്ലേ എന്ന് ചോദിച്ചപ്പം ഈ വീട്ടിൽ എൻ്റെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വം കാണിക്കാത്ത ഒരാളാണ് നിന്റെ അച്ഛൻ. ആ മനുഷ്യനോടെ ഞാനും അങ്ങനെയൊക്കെ തന്നെ കാണിച്ചാൽ മതിയെന്ന് പറഞ്ഞപ്പം രോഹിയേട്ടൻ എവിടെയില്ല, അമ്മയുടെ മൂത്ത മകനല്ലേ, അഭിപ്രായം ചോദിക്കണ്ടേ, ചുമ്മാ അങ്ങ് ഇറങ്ങിപ്പോയാൽ മതിയോ? അവനോട് ഞാൻ അഭിപ്രായം ചോദിക്കാനോ? ആദ്യം അവൻ നന്നാവട്ടെ എന്നിട്ട് മതി എന്നെ നന്നാക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക വൈജ. കൃഷ്ണമോള് ട്യൂഷന് പോയേക്കാം, അവളോട് പറയണ്ടേ? അലീന ചേച്ചി ഇവിടെ ഇല്ല. അലീന ചേച്ചി, ഞാൻ അലീന ചേച്ചിയുടെ സമ്മതം കൂടി വാങ്ങിച്ചിട്ട് വേണം പോകാൻ അല്ലേടി? നിൻ്റെയൊക്കെ തലയിൽ എന്നതാടി കളിമണ്ണാന്നോടി? അവൾ ഒറ്റ ഒരുത്തി കാരണമാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അമ്മ ഇത് വളരെ മോശമാണ് കേട്ടോ. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായ ഒരു വീടായത്. ഞങ്ങളൊക്കെ ഒരു സന്തോഷമില്ലാതെ ഇത്രയും കാലം ഈ വീട്ടിൽ ജീവിച്ചത്. ഇപ്പം അതൊക്കെ മാറി വരുന്നതേ ഉള്ളൂ. വെറുതെ സമാധാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ അമ്മ പിന്നെയും വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോവാണോ എന്ന് ചോദിച്ചു. എടി അന്നും എന്നും വൈജയന്തിക്ക് ഒരൊറ്റ വാക്കേ ഉള്ളൂ, ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. വേലക്കാരിയായിട്ട് വന്നവളെ വീട്ടിൽ നിന്ന് പുറത്താക്കുക. അത് നടപ്പിലാക്കാതെ ഞാനിനി തിരിച്ചിങ്ങോട്ടില്ല. കൊല്ലപ്പള്ളിയിലോട്ട് ചെന്ന അമ്മയ്ക്ക് സുഖവും സമാധാനവും ഒക്കെ കിട്ടുമെന്ന് ചോദിച്ചു ബബിത. കമലയിടത്തി മുഖം കറുപ്പിക്കുമായിരിക്കും, എന്നാലും ഇവിടത്തെക്കാളും ഭേദമായിരിക്കും അവിടെ. സ്വന്തം വീട് പോലെ പറ്റുമേ വേറെ ഏതെങ്കിലും വീടെന്ന് ബബിത ചോദിക്കുമ്പോൾ ഞാനവിടെ സ്ഥിരതാമസത്തിന് പോകുമൊന്നുമല്ല. ഞാൻ എന്നാലും ഒന്നാന്തരം വാടക വീട് എടുത്തിട്ടുണ്ട്. അങ്ങോട്ട് നേരെ പോകാൻ അറിയാഞ്ഞോട്ടല്ല ഞാൻ കൊല്ലപ്പള്ളിക്ക് പോകുന്നത്. എൻ്റെ ആങ്ങളമാർക്ക് ഒരു അവസരം കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട്. അത് അവരെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഞാനും ബാലചന്ദ്രനും ഇനി കോടതിയിൽ വെച്ച് കാണത്തുള്ളൂ. ഈ അമ്മയ്ക്ക് പ്രാന്താണോ എന്ന് ചോദിച്ചു ബബിത. അതെടി ഭ്രാന്തിനൊരു അവസാനം വേണ്ടേന്ന് ചോദിച്ചു വൈജ. വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ബബിത തടഞ്ഞു. മാറി നിൽക്ക്, വെറുതെ സീനുണ്ടാക്കരുത്, നീ മാറടി ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ ആ കൊച്ചിനെ പിടിച്ചോ ഒറ്റ തള്ളും തള്ളിയിട്ട് വൈജ വണ്ടിയിലേക്ക് കയറി ഒരു പോക്ക്. ഡ്രൈവർ വണ്ടി എടുത്തുകൊണ്ട് പോയി. ബബിത ഇങ്ങനെ കണ്ണും തള്ളി നോക്കി നിൽക്കുക. പിന്നെ കാണിക്കുന്ന മനുവിനെ കേട്ടോ. മനു ഇങ്ങനെ എവിടേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും വീട്ടുമുറ്റത്തേക്ക് ഒരു കാറ് ചെല്ലുന്നു. നോക്കുമ്പോൾ അതിൽ നിന്ന് വൈജ ഇറങ്ങി വരുന്നു. ആൻറ്റി ഇത് എങ്ങോട്ടാന്ന് ചോദിച്ചു. കാറ് റെഡിയായില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, ആ കാറ് ഇതുവരെ ആയില്ല, അത് വർക്ക്ഷോപ്പിൽ തന്നെയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്നാ ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് പോകുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഡ്രൈവർ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുന്നു. വൈജ അന്നേരത്തേക്കും കാശും കൊടുത്തു. മനു അതെല്ലാം എടുത്ത് അകത്തേക്ക് വെച്ചു കേട്ടോ. ആൻറ്റി ഇന്നങ്ങും പോകത്തില്ലല്ലോ അല്ലേ എന്ന് മനു ചോദിച്ചപ്പം ഇല്ല പോകത്തില്ല, നീ പോയിട്ട് വാ, ഞാനിവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞു വൈജ. എന്നപ്പോൾ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് മനു അങ്ങ് പോകുമ്പോൾ ശിവേട്ടനും കമലടുത്തേക്ക് ഇവിടെ ഇല്ല, എല്ലാവരും അകത്തുണ്ടെന്ന് പറഞ്ഞ് മനു അങ്ങ് പോയി. മനു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കമല ഇറങ്ങി വരുമ്പോൾ വൈജ പെട്ടിയും കിടക്കായിട്ട് പുറത്ത് നിൽക്കുന്നു. നീ ഇതെപ്പോൾ വന്നു വൈജയെ? ഇപ്പോൾ ഒന്ന് ഇറങ്ങിയതേ ഉള്ളൂ കമലടത്തി. അപ്പോഴാണ് പെട്ടിയൊക്കെ കമലടത്തി കാണുന്നത്. കമലടത്തി ഇങ്ങനെ നോക്കിയിട്ട് വൈജ ഒരു നോട്ടം. അല്ല, നീ അവിടുന്ന് വീണ്ടും ഇറങ്ങിയോ എന്ന് കമല ചോദിക്കുമ്പോൾ ഇറങ്ങേണ്ടി വന്നു എന്ന് വൈജ കമലയോട് പറയാം. കമലയുടെ ചങ്ക് പിടയുന്നു. ഞാൻ ആലോചിക്കുകയും ചെയ്തു, മനു ഇത് ആരോടായി സംസാരിക്കുന്നേന്ന്. അപ്പം നീ കയറി വാ, ബാക്കി അകത്തേക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകും. അപ്പം നമ്മുടെ ശിവേട്ടൻ അവിടെ നിന്ന് ചായയൊക്കെ കുടിക്കുവാണ്. കമലയ്ക്കാണെങ്കിൽ ഉള്ളിൽ കിടന്നിങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വൈജ അവിടെ ഇരുന്ന് ഞാനവിടെ പട്ടിയെപ്പോലെ കിടന്നിട്ട് ആരും തിരിച്ചു നോക്കിയിട്ടില്ല, ബാലചന്ദ്രൻ ഞാനവിടെ ഇല്ലാത്തതല്ലേ സൗകര്യം എന്നൊക്കെ വൈജ ഇരുന്ന് പറയുമ്പം എന്നൊക്കെയാണെങ്കിലും വൃത്തികെട്ട സംസാരത്തിന് ഒരു മാറ്റവും ഇല്ല എന്ന് ശിവേട്ടൻ പറഞ്ഞു. ബാലചന്ദ്രൻ്റെ വൃത്തികേടുകൾക്ക് കുഴപ്പമില്ല, എൻ്റെ സംസാരം വൃത്തികേട് അല്ലേ? കമലടത്തേക്ക് അറിയോ? ബാലചന്ദ്രൻ എന്നെ കുറ്റം പറയുന്നതും ഒഴിവാക്കുന്നതും അയാളുടെ വൃത്തികേടുകളും കള്ളത്തരങ്ങളും മറയ്ക്കാനാണെന്ന് വിചാരിക്കാം. എനിക്ക് 3 ആങ്ങളമാരുണ്ടായിരുന്നു. അവർക്കിപ്പോൾ ബാലചന്ദ്രൻ എന്ത് വൃത്തികേട് കാണിച്ചാലും പറഞ്ഞാലും പുണ്യപ്രവൃത്തി പോലെയാ. അയാളുടെ മുന്നിൽ ചെന്ന് പഞ്ചപുച്ഛം അടക്കി അങ്ങ് നിൽക്കും, എന്നിട്ട് എൻ്റെ തലയിലേക്ക് വന്ന് കയറുക.
അത് നീ പറഞ്ഞത് 100% ശരിയാ വൈജെ. നിന്റെ ആങ്ങളമാർക്കേ ഇപ്പൊ കുറച്ചു കാലമായിട്ട് നട്ടല് വളഞ്ഞേ നിൽക്കുള്ളൂ എന്ന് കമല. ചിലരുടെയൊക്കെ വളഞ്ഞു വളഞ്ഞു ഒടിയാറായെന്ന് പറയുമ്പം നിനക്ക് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടി നിർത്തറിയില്ലേ കമലെന്ന് ചോദിച്ചുകൊണ്ട് ശിവൻ 2 ഒച്ചയും വെച്ചു. ഒഴിച്ചൊഴിച്ച് മോനൊരുത്തൻ ജയിലിൽ കയറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. കമലേടത്തി പറഞ്ഞതിൽ എന്താ തെറ്റുള്ള ശിവേട്ട? എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങളെ കുറ്റം പറയാനല്ലേ നാക്കനങ്ങത്തുള്ളൂ. നീ ഈ ചെയ്യുന്നതും പറയുന്നതും ശരിയാണെന്നാണോ നീ കരുതുന്നത് വൈജയ് എന്ന് ചോദിച്ചന്നേരം ശിവേട്ടൻ, വീട് വിട്ട് ഇറങ്ങിപ്പോരുന്നതാണോ നീ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കണ്ട പരിഹാരം? ആത്മാഭിമാനം എന്നൊരു സാധനമുണ്ട് ശിവേട്ട, അതുപോലും എടുത്തറിയേണ്ട അവസ്ഥയിൽ പോലും ഞാൻ അവിടെ നിന്നു. ബാലചന്ദ്രൻ എന്തെങ്കിലും മാറ്റം വരും എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ അവിടെ നിന്നത്. എന്നിട്ടും മാറ്റമൊന്നുമില്ല. പിന്നെന്തിന് ഞാൻ അവിടെ നിൽക്കണം? അതിൻ്റെ ആവശ്യം എന്താ? നിങ്ങൾക്ക് അയാളുടെ മുന്നിൽ തലയും കുനിച്ച് നിൽക്കാൻ ബുദ്ധിമുട്ട് കാണത്തില്ലായിരിക്കും, പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് മനസ്സിലായി ശിവേട്ട, അവനവൻ്റെ കാര്യമാണ് എല്ലാവർക്കും വലുത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ സ്വന്തവും ബന്ധവും സ്നേഹവും ഒക്കെ. അതിപ്പോൾ സഹോദരങ്ങളാണെങ്കിലും മക്കളാണെങ്കിലും. പിന്നെ അല്ലാതെ നിന്നെ തല വെച്ചുകൊണ്ട് നടക്കണോ ലോകത്തുള്ള എല്ലാവരും? അതാണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഈ പറയുന്ന നീ ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു ശിവേട്ടൻ. എടുത്ത് കുടഞ്ഞില്ലേ? നിന്റെ സ്വന്തം ഇഷ്ടം മാത്രമല്ലടി നീ ഇത്രയും കാലത്തിനോട് ഇടയ്ക്ക് നോക്കിയിട്ടുള്ളൂ. അത് മാത്രമല്ലടി നീ ചെയ്തിട്ടുള്ളൂ. നിന്റെ സുഖം, നിന്റെ സന്തോഷം, നിന്റെ സ്വാർത്ഥതകൾ, ഭർത്താവും മക്കളും സഹോദരങ്ങൾ പോലും നീ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ നിനക്കെന്ന് ചോദിച്ചു. അതിനൊന്നും വൈദ്യയ്ക്ക് ഒരു മറുപടിയില്ല. അപ്പോൾ കമല പറയുന്നു പറഞ്ഞ് നിൽക്കുക. മറ്റുള്ളവർക്ക് നിന്റെ അത്ര തന്നെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഇഷ്ടാനിഷ്ടങ്ങളും ഉണ്ടെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കലെങ്കിലും എന്ന് ചോദിച്ചു. വൈദ്യയ്ക്ക് വെണ്ടാട്ടം മുട്ടി. നിനക്ക് എന്ത് കിട്ടുന്നു എന്ന് മാത്രമല്ല നീ എന്ന് നോക്കിയിട്ടുള്ളൂ. അങ്ങനെയല്ല നീ ജീവിച്ചിട്ടുള്ളൂ. നീ എന്ത് കൊടുക്കുന്നു എന്നുള്ളത് നിനക്കൊരു വിഷയമേ അല്ല. നന്ദിയും കൂറും ആത്മാഭിമാനവും ഇല്ലാത്തവരുടെ മുഖമുദ്ര ഏതെന്ന് പറയുമ്പം പറഞ്ഞു തീർന്നോ? സാധാരണ കുറെ കൂടി എന്നെ പറയാറുണ്ടല്ലോ. കണ്ടവളുമാരുടെ കൂടെ നടന്ന് ഉണ്ടാക്കിയ സന്തതിയും കൊണ്ട് അയാളോട് നന്ദിയും കൂറും ആത്മാർത്ഥതയും കാണിക്കേണ്ട ഗതികേട് വരുന്നതിനേക്കാളും നല്ലതേ വൈജയന്തി അങ്ങ് ചത്തെന്ന് പറയുന്നതാണെന്ന് പറയുമ്പം നീ ആരോടെ അടി അഹങ്കാരം വെച്ച് ജയിക്കാൻ നോക്കുന്നത്? എൻ്റെ അടുത്തോ? നീ നിന്റെ മക്കളുടെ അടുത്തോ? അതോ ബാലേന്ദ്രൻ്റെ അടുത്തോ? ഞാൻ ആരോട് ജയിക്കാൻ? നിങ്ങളൊക്കെയല്ലേ വലിയ ആൾക്കാർ, കുടുംബ മഹിമയും സൽപ്പേരും നോക്കി കാര്യങ്ങൾ ചെയ്യുന്നവര്. നിന്റെ തലയിൽ ഏത് ചെകുത്താനാ കയറിയിരിക്കുന്നതെന്ന് എനിക്കറിയാമേല എൻ്റെ വൈജയ്. ഇതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുക നമ്മുടെ കമല. നീ വീട്ടിൽ തന്നെ പോയി നിൽക്കും മര്യാദയ്ക്ക്. ബാലേന്ദ്രന് മാത്രമല്ല വൈജയ് നാണക്കേട്, നിന്റെ മക്കൾക്ക് കൂടിയാണ് നീ ഓർക്കണമെന്ന് പറയുമ്പം അതൊന്നും ഓർത്ത് ശിവേട്ടൻ ടെൻഷൻ അടിക്കേണ്ട. എൻ്റെ മക്കൾക്ക് ഞാൻ ഇല്ലാത്തതാ ഇപ്പം സന്തോഷമൊന്നും. അതുകൊണ്ട് അവരുടെ നാണക്കേടൊന്നും ബാധിക്കത്തില്ല എന്നും വൈജ പറയുന്നു. ഒരു പുച്ഛഭാവത്തോടു കൂടി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും വൈജ പറയുന്നതിനകത്ത് ന്യായമില്ലേ ശിവേട്ട? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എത്രയെന്ന് വെച്ചാ ബാലേന്ദ്രൻ കാണിയുന്ന പോക്കൃത്തരൊക്കെ സഹിക്കുന്നേ? അല്ലെങ്കിലും അലീനെ അവിടുന്ന് പറഞ്ഞയച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. എൻ്റെ പൊന്നു കമലേ, നീ ഇതിൻ്റെ ഇടയ്ക്ക് കൂത്തിത്തിരിപ്പും കൊണ്ട് കയറാതിരിക്കാൻ ഞാൻ എന്ത് തരണം നിനക്ക്? അപ്പം എനിക്കൊന്നും നിങ്ങൾ തരണ്ട. ഞാനെന്തിനു പറയാതിരിക്കണം? അല്ലെങ്കിലും അലീനയുടെ കാര്യം പറയാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ വിടത്തില്ല എന്ന് കമല. വൈജയ്, നീ വെറുതെ ഇങ്ങേരോട് വായിട്ടലച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. മോനെ കൊണ്ട് കെട്ടിക്കാനിരിക്കുമല്ലേ വിശുദ്ധ അലീനയെ എന്ന് പറയുമ്പോഴത്തേക്കും വൈജ കണ്ണു തള്ളിപ്പിടിച്ചിങ്ങനെ നോക്കി നിൽക്കുക. നേരാണോ കമലെടുത്തി പറയുന്നത്? പിന്നല്ലാതെ കെട്ടേ അടങ്ങത്തുള്ളൂ എന്നുള്ളൊരു വാശിയിൽ മൂത്ത മോനും അതിന് കൊട പിടിച്ച് നിൽക്കുന്ന ഒരച്ഛനും. ശിവേട്ടാ, ഇപ്പം എനിക്ക് എന്തായാലും ആശ്വാസമായി കേട്ടോ. ഒന്ന് വൈജ, എനിക്ക് ഭ്രാന്താണെന്ന് വരുത്തി തീർക്കുന്നതായിരുന്നല്ലോ നിങ്ങളുടെയൊക്കെ ഒരു രീതി. എനിക്കിപ്പം മനസ്സിലായി ആർക്കാണ് ശരിക്കും ഭ്രാന്ത് എന്നുള്ളത്. ഇപ്പം എനിക്ക് തൃപ്തിയായെന്ന് പറഞ്ഞു. കമല ഇങ്ങനെ നോക്കി നിൽക്കുക. കഷ്ടം തന്നെ ശിവേട്ട, കഷ്ടം. അല്ലാണ്ട് ഇതിന് എന്താ പറയാന്ന് വൈജ. എങ്ങാണ്ട് ഒരുത്തി പിഴച്ചു പറ്റതിനെ കൈതയ്ക്കൽ കുടുംബത്തിൽ ആൺതരിക്ക് കെട്ടിച്ചു കൊടുക്കാനേ ഈ തൊലിക്കെട്ടിയൊക്കെ എവിടെ നിന്നുണ്ടായി? അത് ചത്തുപോയി നിന്റെ തന്ത കൈതയ്ക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമ മേനോൻ ഉണ്ടാക്കി തന്നതാണെന്ന് പറഞ്ഞു. അത് എൻ്റെ അച്ഛൻ മാത്രമല്ലല്ലോ, ശിവേട്ടൻ്റെ കൂടെ അല്ലേ എന്ന് ചോദിച്ചു. നിൻ്റെ കൂടെ അച്ഛനായതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് പറയുമ്പം എന്ത് പറഞ്ഞാലും അതിൻ്റെ അവസാനം എൻ്റെ തലയിലേക്ക് കയറിയാൽ മതിയല്ലോ. ആയിക്കോ, അതിനൊരു കുറവും വരുത്തണ്ട. നിന്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ലല്ലോ. അതിനെക്കുറിച്ച് ചോദിച്ച് ഇനി ബുദ്ധിമുട്ടണ്ട. അലീനെ അവിടെ നിന്ന് പോകാതെ വൈജയന്തി ആ വീട്ടിലേക്കില്ല എന്ന് പൈത തറപ്പിച്ചങ്ങ് പറഞ്ഞു. പിന്നെ ഇവിടെയും നിന്ന് അധികം ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കത്തൊന്നുമില്ല. വാടക വീട് റെഡിയാകും, ഞാൻ അങ്ങോട്ട് മാറുമെന്ന് പറഞ്ഞു. നീ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഇവിടെ ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. നിൻ്റെയും കൂടെ വീടായതെന്ന് പറയുമ്പോൾ എൻ്റെ വീടാണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് വാടക വീട് കിട്ടുമ്പോൾ ഞാൻ മാറിക്കോളാം എന്ന്. നീ നിൻ്റെ സൗകര്യം പോലെ ചെയ്യ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ശിവൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കമല
ഉഫ് എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ്. കമലേടത്തി ശരിക്കും പറഞ്ഞതാണോ? മനു അലീനെ കെട്ടാൻ വേണ്ടി നടക്കുവാണോ എന്ന് ചോദിച്ചപ്പം അതേന്നേ, ഇവനൊക്കെ ഉള്ള ബോധവും കൂടി പോയെന്നാ എനിക്ക് തോന്നണതെന്ന് പറഞ്ഞപ്പം കമലേടത്തി സമ്മതിച്ചു കൊടുക്കരുത് കമലേടത്തി, ഇവിടെ കയറ്റരുതവളെ. അപ്പം ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ വൈജേ? ഓരോരോ ഭ്രാന്തേ എന്ന് പറഞ്ഞുകൊണ്ട് വൈജ നിൽക്കുന്നു. പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ, കാര്യം വരുമ്പോൾ ഞാൻ ഒറ്റയും അവർ ഒരുമിച്ചുമാണെന്ന് കമല അന്നേരം പറഞ്ഞു. പക്ഷേ ഞാൻ അനുവദിക്കത്തില്ല, അതിനു വേണ്ടി എന്ത് ചെയ്യേണ്ടി വന്നാലും ഞാൻ ചെയ്യുമെന്ന് കമല പറയാം. നീ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ എന്നും പറഞ്ഞിട്ട് കമല അകത്തേക്ക് പോയി. വൈജയുടെ ഇങ്ങനെ നോക്കി ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ഇനി അടുത്തത് അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ അമ്മ ഇനി കൊട്ടപ്പടി വൈജയ്ക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനൊക്കെ ആയിട്ടാണ് നാളത്തെ കഥയും വരാനുള്ളത്. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയരുതിട്ടോ, എല്ലാവരും കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. ടാറ്റാ.